الله صلى الله عليه وسلم لا يتمنى أحدكم الموت لضر أصابه فإن كان لا بد فاعلا فليقل اللهم أحيني ما كانت الحياة خيرا لي وتوفني إذا كانت الوفاة خيرا لي متفق عليه. മഹാനായ അനസ് റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് റിപ്പോർട്ട് ചെയ്യുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിങ്ങൾ ആരും മരണത്തെ ആഗ്രഹിച്ചു പോകരുത്. നിങ്ങൾ മരണത്തെ ആഗ്രഹിക്കരുത്. നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ഭവിച്ച എന്തെങ്കിലും ബുദ്ധിമുട്ടിന്റെ പേരിൽ, പ്രയാസങ്ങളുടെ പേരിൽ നിങ്ങൾ മരണത്തെ ആഗ്രഹിക്കരുത്. മരണത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കരുത്. ഒരു ചെറിയ ചെറിയ അസ്വസ്ഥതപ്പോൾ അത് ചടങ്ങേടിന്റെ ലക്ഷണമാണ്. ഇന്ന് പലയിടത്തും കണ്ടുവരുന്നത്, പലരും അങ്ങനെ പറയാറുണ്ട്, എന്നെ കിടന്ന് ദുരിതം അനുഭവിക്കുന്നതിനേക്കാൾ നല്ലത് നമ്മൾ മരിച്ചാൽ മതിയായിരുന്നു. അത് പറയരുത്. അത് അള്ളാഹുവിനോടുള്ള, അള്ളാഹുവിന് ഏറ്റവും ദേഷ്യമുള്ളൊരു വാക്കാണ്. മരിച്ചാൽ മതിയായിരുന്നു അങ്ങനെ പറയരുത്. തിരുദൂതർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ താക്കീതായി നമുക്ക് പഠിപ്പിച്ചു തരികയാണ്, നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ഭവിച്ച അസ്വസ്ഥതയുടെ പേരിൽ നിങ്ങൾ മരണത്തെ ആഗ്രഹിക്കരുത്, മരണത്തെ കൊതിക്കരുത്. എത്ര ആളുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്, ക്യാൻസറൊക്കെ ബാധിച്ച് വല്ലാത്ത അസ്വസ്ഥതയിൽ കിടക്കുന്ന ആളുകൾ. ഒരുപക്ഷെ കാണാൻ ചെല്ലുന്നവർ തന്നെ വിചാരിച്ചു പോകും, ഇങ്ങനെ കഷ്ടപ്പെടുന്നതിനേക്കാൾ അദ്ദേഹം ഒന്ന് മരിച്ചാൽ മതിയായിരുന്നു എന്ന് സന്ദർശിക്കാൻ ചെല്ലുന്നവർക്ക് പോലും, പോകുന്നവർക്ക് പോലും തോന്നിപ്പോകുന്ന അവസ്ഥകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഏതായാലും അല്ലാഹുവിന്റെ തിരുദൂതൻ പറയുകയാണ്, നിങ്ങൾക്ക് വന്നു ഭവിച്ച അസ്വസ്ഥതയുടെ പേരിൽ നിങ്ങൾ മരണത്തെ ഒരിക്കലും ആഗ്രഹിക്കരുത്. ഇനി അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ്, അങ്ങനെ ചെയ്യാതിരിക്കാൻ വയ്യ, അത്രയും മോശമാണ് അവസ്ഥ. ക്യാൻസറിന്റെ വേദന, രണ്ട് നൽകുന്ന വേദന പോലെയാണ് ക്യാൻസറിന്റെ വേദന. മെഡിസിൻ കഴിച്ചിട്ടും വേദന കൊണ്ട് കുറയുന്ന ഒരുപാട് ആളുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ആ ഒരു കണ്ടീഷനാണ് നിങ്ങൾക്ക് എങ്കിൽ നിങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിക്കണം. എങ്ങനെ പ്രാർത്ഥിക്കണം? അവൻ പറഞ്ഞുകൊള്ളട്ടെ, അല്ലാഹുമ്മ അഹ്യിനി മാ കാനത്തുൽ ഹയാത്തു ഖൈറൻ ലീ വതവഫനി ഇദാ കാനത്തുൽ വഫാത്തു ഖൈറൻ ലീ. അല്ലാഹുവേ, ഈ അവസ്ഥയിൽ എനിക്ക് ജീവിതമാണ് ഖൈറൻ. എന്തായാലും ഞാൻ രോഗമായിട്ട് ഈ ഒരു അവസ്ഥയിലായതുകൊണ്ട് ഇനി എനിക്ക് തുടർന്നും ജീവിതമാണ് ഖൈറൻ. അല്ലാഹുവേ, ആഫിയത്തോടു കൂടി എന്നെ ജീവിപ്പിക്കണേ തമ്പുരാനെ. അതല്ല, നിന്റെ തീരുമാനം മരണമാണ് എനിക്ക് ഖൈറൻ. അല്ലാഹുവേ, ഈമാനോടുകൂടി, പടച്ച റബ്ബേ, നിന്റെ തൃപ്തി ഈമാനോടുകൂടി എന്നെ നീ മരിപ്പിക്കണേ തമ്പുരാനെ. അല്ലാതെ എന്തെങ്കിലും ഒരു അസ്വസ്ഥത വരുമ്പോ ഉടനെ ഒരു മണി കയറുമായിട്ട് പോയി തൂങ്ങി വലിക്കുക, അല്ലെങ്കിൽ ട്രെയിൻ കഴിഞ്ഞ് പോയി തലവെക്കുക, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മാർഗത്തിലൂടെ എന്ത് ചെയ്യുക, ആത്മഹത്യ ചെയ്യുക. ആത്മഹത്യ നിഷിദ്ധമാണ്, ഒരിക്കലും അത് ചെയ്യാൻ പാടില്ല. വൻ കുറ്റമാണത്. പാരത്രിക ലോകത്തിൽ ഏറ്റവും കൂടുതൽ വേദന തിന്നുന്ന ആളുകൾ ഇവിടെ ആത്മഹത്യ ചെയ്ത ആളുകളായിരിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പഠിപ്പിച്ചു തരികയാണ്. നമ്മുടെ ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ ഈ ഒരു ബോധമില്ലാത്തതിന്റെ പേരിലാണ് SSLCക്കോ +2നോ അല്ലെങ്കിൽ മറ്റ് ക്ലാസ്സുകളിലോ ഒരല്പം മാർക്ക് കുറഞ്ഞു പോയി, അല്ലെങ്കിൽ +2 ഫുൾ എ പ്ലസ് കിട്ടിയില്ല, SSLCക്ക് ഫുൾ എ പ്ലസ് കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് പോയിട്ട് വളരെ നിസ്സാരമായി ആത്മഹത്യ ചെയ്യുന്ന ആളുകളെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരിക്കലും അത് പാടില്ല. ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല, ഏറ്റവും വലിയ ക്ഷണക്കേടിന്റെ ലക്ഷണമാണ്.
മഹത്തിയെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർ നമുക്ക് പഠിപ്പിച്ചു തരികയും ഇനി മരണമാണ് നല്ലത്, ആ ഒരു അവസ്ഥയിലാണ് എങ്കിൽ ഇങ്ങനെ പ്രാർത്ഥിക്കണമെന്ന്. അല്ലാഹുവേ ജീവിതമാണ് ഖൈറെങ്കിൽ ജീവിപ്പിക്കണേ അല്ലാഹ്, ആഫിയത്തോടെ ജീവിപ്പിക്കണേ അല്ലാഹ്. മരണമാണ് എനിക്ക് നീ നല്ലത്, കബറാണ് എനിക്ക് നീ നല്ലത് എങ്കിൽ അല്ലാഹുവേ ഈമാനോട് കൂടി മരിപ്പിക്കണേ അല്ലാഹ്. ഇങ്ങനെ പ്രാർത്ഥിക്കണം. അത് ഒരു രോഗിയെ നമ്മൾ കണ്ടിട്ട് നമുക്ക് തന്നെ വിഷമിക്കും, ദേഹത്തിന്റെ വേദന കണ്ടു നിൽക്കാൻ പറ്റുന്നില്ല. എന്നാൽ നമുക്കും അല്ലാഹുവിനോട് പറയാം, അല്ലാഹുവേ ഈ മനുഷ്യന്റെ കാര്യത്തിൽ നീ ഒരു തീരുമാനമെടുക്കണം. ജീവിതമാണ് അദ്ദേഹത്തിന് നല്ലതിനെ പഠിച്ചവരെ, അദ്ദേഹത്തിന് ആ വേദനയില്ലാത്തൊരു ജീവിതം കൊടുക്കണേ തമ്പുരാൻ. അതല്ല മരണമാണെങ്കിൽ അല്ലാഹുവേ നല്ല ഈമാനുള്ള ഒരു മൗത്ത്, ഒരു മരണം എന്റെ ഈ പ്രിയ സഹോദരന് നൽകണേ എന്ന് രോഗിയെ സന്ദർശിക്കാൻ പോകുന്നവർക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കാമെന്ന് അല്ലാഹുവിന്റെ തിരുദൂതൻ അവിടെ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അല്ലാഹു കേട്ടതനുസരിച്ച്